ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. പാവനാത്മാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. ദൈവതിരുസന്നിധിയിൽ, ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ സമയം ഭക്തിയോടും വിശ്വാസത്തോടും ഹൃദയം സ്നേഹത്തിൽ ആഴത്തിൽ നിർത്തിക്കൊണ്ടും ദൈവത്തെ നമുക്ക് സമീപിക്കാം. ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, ജീവിതത്തിൻ്റെ പല മേഖലകളിലായിരിക്കുന്ന നമ്മൾ ഈ സമയം ഈശോയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന ഈ നിമിഷം നമ്മുടെ ഹൃദയത്തിൻ്റെ എല്ലാ വിചാരങ്ങളെയും വികാരങ്ങളെയും നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. പലതരത്തിൽ മുറിവേറ്റവരും മുറിയപ്പെട്ടവരും വേദനിക്കുന്നവരും സങ്കടപ്പെടുന്നവരുമാണ് നമ്മളെല്ലാവരും. ഒത്തിരിയേറെ സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ജീവിതമായിരിക്കാം നമ്മുടേത്. പലതരത്തിൽ വേദനിക്കപ്പെടുന്ന, തകരുന്ന, സങ്കടപ്പെടുന്ന നമ്മുടെ ജീവിതത്തെ മെനഞ്ഞ കർത്താവിൻ്റെ കരങ്ങളിൽ തന്നെ നമുക്ക് ഭരമേൽപ്പിക്കാം. വചനം പറയുന്നില്ലേ, അങ്ങ് കുശവനാണ്, ഞങ്ങളുടെ ജീവിതം കളിമണ്ണ് പോലെയാണ്. കുശവൻ തനിക്കിഷ്ടമുള്ളതുപോലെ കളിമണ്ണ് ഉപയോഗിച്ച് ആ പാത്രങ്ങളെ രൂപപ്പെടുത്തുന്നത് പോലെ എളിയതും ബലഹീനവുമായ നമ്മുടെ ജീവിതത്തെ, കളിമണ്ണാകുന്ന നമ്മുടെ ജീവിത സാഹചര്യത്തെ അവിടുന്ന് ഏറ്റവും നന്മയ്ക്കായിട്ടും ഏറ്റവും മഹത്വമുള്ളതായിട്ടും രൂപപ്പെടുത്തുവാൻ വേണ്ടി ഈ സമയം ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ നമുക്ക് വിട്ടുകൊടുക്കാം. വീട്ടിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും നമ്മൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഈ ഒരു സമയം പൂർണ്ണ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. നമ്മുടെ എല്ലാ പല വിചാരങ്ങളെയും നമുക്ക് മാറ്റിവെക്കാം. ഹൃദയത്തിൻ്റെ എല്ലാ നൊമ്പരങ്ങളെയും വേദനകളെയും നമുക്ക് മാറ്റിവെക്കാം. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മൾ സുരക്ഷിതരാണെന്നുള്ള ബോധ്യത്തോടെ നമുക്കായിരിക്കാം. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മോട് കാണിച്ച വലിയ ആ സ്നേഹം 1 യോഹന്നാൻ 3:1 നമ്മൾ വായിക്കുന്നില്ലേ? കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചത്. എന്താണ് ആ സ്നേഹം? തൻ്റെ പുത്രനായ ഈശോയെ നമുക്ക് വേണ്ടി തന്നുകൊണ്ട് നഷ്ടപ്പെട്ട പാപികളായ നമ്മളെ ദൈവമക്കളെന്ന സ്ഥാനത്തേക്ക് കൈപിടിച്ചുയർത്തിയ അവിടുത്തെ സ്നേഹം. ആ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ഈ ദിവ്യകാരുണ്യം. ഇത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചത്. അവിടുന്ന് എളിയവനായി അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന് നമ്മോട് ചേരുവാൻ തിരുമനസ്സായി. ആ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ ശിരസ്സു നമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരമ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിലേറെ സ്നേഹം നിറഞ്ഞവരെ, ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ സ്നേഹത്തോടും ഭക്തിയോടും കൂടെ നമ്മളായിരിക്കുന്ന നിമിഷം 1 യോഹന്നാൻ 4:19 ആദ്യം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു, അതിനാൽ നാമും അവിടുത്തെ സ്നേഹിക്കുന്നു. ആദ്യം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു. ബൈബിളിലുടനീളം നമ്മൾ കാണുന്നൊരു കാര്യം ഇതാണ്: മനുഷ്യനിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്, അനുരഞ്ജനത്തിൻ്റെ, രമ്യതയുടെ, സ്നേഹത്തിൻ്റെ ആദ്യ ചുവടുവയ്പ് നടത്തിയത് ദൈവമാണ്. ആദ്യ മാതാപിതാക്കളെ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നു. ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചതിനു ശേഷം പാപം ചെയ്ത അവർ
ഒളിച്ചിരിക്കുകയായിരുന്നു. ദൈവം അവരെ അന്വേഷിച്ചിറങ്ങുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. ആദത്തെ കാണാഞ്ഞ ദൈവം ആദത്തെ അന്വേഷിക്കുന്നുണ്ട്. ആദം, നീ എവിടെ? അന്വേഷിച്ചിറങ്ങുകയാണ് ദൈവം. ഈജിപ്തിലെ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്ന ദൈവത്തിൻ്റെ സ്നേഹം. പല ആവർത്തി അവർ പാപം ചെയ്ത് അകന്നു പോയിട്ടും വീണ്ടും വീണ്ടും അവിടുത്തെ കാരുണ്യം അവരെ കൈപിടിച്ചുയർത്തുന്നുണ്ട്. നമ്മളിലേക്ക്, നമ്മളിൽ ഒരുവനായിട്ട് മനുഷ്യനായി പിറക്കുവാൻ തിരുമനസ്സായ ദൈവത്തിൻ്റെ സ്നേഹം. സക്കേവൂസിനെ അവൻ്റെ പ്രവൃത്തിയിൽ തിരിച്ചറിഞ്ഞ് ആ മരത്തിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് അവൻ്റെ വീട്ടിലേക്ക് അവനെ അത്താഴത്തിന് വിളിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം. ഉത്ഥാനത്തിന് ശേഷം കടൽ തിരയിൽ പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന കർത്താവിൻ്റെ സ്നേഹം. പ്രിയമുള്ളവരെ, എപ്പോഴും പാപികളായ നമ്മുടെ ജീവിതത്തിലേക്ക്, തകരുന്ന വരണ്ടുപോയ നമ്മുടെ ജീവിതത്തിലേക്ക് ആദ്യ ചുവട് വെച്ചുകൊണ്ട് സ്നേഹത്തിൽ നമ്മളെ ചേർത്ത് പിടിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നത് ദൈവമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ആദ്യ ചുവട് വെച്ചത് ദൈവമാണ്. ഏതാനും നാളുകൾക്ക് മുമ്പ് നമ്മൾ ക്രിസ്തുമസ് ആഘോഷിച്ചപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞ വലിയ സത്യം എന്താണ്? നമ്മളിൽ ഒരുവനായിട്ട് പിറന്ന് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി കുരിശിൽ മരിക്കുവാനായി ഭൂമിയിൽ പിറന്ന ദൈവത്തിൻ്റെ സ്നേഹം. ദൈവം വെച്ച ചുവടുവയ്പ്പാണത്. മനുഷ്യർ ഓരോ പ്രാവശ്യവും പാപം ചെയ്ത് വീണ്ടും വീണ്ടും ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴും നമ്മളെ അന്വേഷിച്ചിറങ്ങുന്ന ഇടയൻ്റെ സ്നേഹം. ഈശോ പറഞ്ഞില്ലേ, 99 വിട്ടിട്ട് നഷ്ടപ്പെട്ട കുഞ്ഞാടിനെ തേടി ചെല്ലുന്ന സ്നേഹമാണ് ഞാൻ. അന്വേഷിച്ചിറങ്ങുന്ന സ്നേഹമാണ് അവിടുന്ന്. നമ്മൾ തിരിച്ചു വരുവാൻ വേണ്ടി, പ്രിയമുള്ളവരെ, അവിടുത്തെ സ്നേഹം ഒരിക്കലും മാഞ്ഞു പോകുന്നില്ല. അവിടുത്തെ സ്നേഹം എന്നും നിലനിൽക്കുന്നത്. അവിടുത്തെ സ്നേഹത്തിന് യാതൊരു തിരിച്ചു വ്യത്യാസവുമില്ല. ആ ദൈവത്തെ നമ്മളുടെ പ്രതികരണത്തിലൂടെയാണ് ആ സ്നേഹത്തിൽ നമ്മൾ പങ്കുചേരുന്നത്. വീണ്ടും വീണ്ടും പാപം ചെയ്യുമ്പോൾ ആ സ്നേഹത്തിൽ നമ്മൾ അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ പറയും, അയ്യോ, ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നില്ല. നീ നിന്നെ തന്നെ ദൈവസന്നിധിയിൽ നിന്ന് അകറ്റിക്കളഞ്ഞില്ലേ? എന്ത് സംഭവിച്ചു? ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തതിന് ശേഷം എന്തിനാ ഒളിച്ചിരുന്നേ? അവർക്ക് ആ സ്നേഹം നഷ്ടപ്പെട്ടു. ദൈവത്തെ സ്നേഹിക്കുന്ന പിതാവിനെ പോലെ കാണുവാൻ അവർക്ക് കഴിയുന്നില്ലല്ലോ. അതുകൊണ്ട് ആ വചനം വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതിന് തൊട്ട് മുൻപത്തെ വചനം, സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല. 18-ാം തിരുവചനം നമ്മൾ ഓർമ്മപ്പെടുത്തുവാണ്. പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. കാരണം ഭയം ശിക്ഷയെക്കുറിച്ചാണ്. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല. യഥാർത്ഥമായ സ്നേഹത്തിൽ ഭയത്തിന് സ്ഥാനമില്ല. കാരണം യഥാർത്ഥമായ സ്നേഹം നശിപ്പിക്കുന്നതല്ല. യഥാർത്ഥമായ സ്നേഹം നന്മ പകരുന്നതാണ്, വീണ്ടെടുക്കുന്നതാണ്, വിശുദ്ധീകരിക്കുന്നതാണ്. ഞാനൊരു വ്യക്തിയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നെങ്കിൽ ആ വ്യക്തിയുടെ ഏറ്റവും ഉദാത്തമായ നന്മയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു വ്യക്തി പാപം ചെയ്യുമ്പോഴും തെറ്റ് ചെയ്യുമ്പോഴും ആ വ്യക്തിയെ വെറുക്കാതെ ആ വ്യക്തിയുടെ ഏറ്റവും വലിയ നന്മ ആഗ്രഹിച്ച് രക്ഷയാഗ്രഹിച്ചുകൊണ്ട് ആ വ്യക്തിയെ തേടി ചെല്ലുന്നതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ആ വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ഈശോയിൽ പ്രിയമുള്ളവരെ, യഥാർത്ഥമായ സ്നേഹത്തിൽ ഭയത്തിന് സ്ഥാനമില്ല എന്ന് പറയുന്നത് ഭയം എപ്പോഴും ശിക്ഷയെക്കുറിച്ചാണെന്ന് വചനം പറയാം. എന്നാൽ സ്നേഹമുള്ളിടത്ത് ഒരാൾ ശിക്ഷയെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. എന്നാൽ സ്നേഹമില്ലാത്തിടത്ത്, സ്നേഹം അസ്തമിച്ചിടത്ത് ശിക്ഷയെക്കുറിച്ചുള്ള ഭയമുണ്ടാകും. ഈശോയിൽ ഏറ്റവും അധികം സ്നേഹം നിറഞ്ഞവരെ, ആദ്യ മാതാപിതാക്കൾ എന്തുകൊണ്ടാണ് ആ ഏദൻ തോട്ടത്തിൽ ഒളിച്ചിരുന്നത്? പാപം ചെയ്ത് അവർ ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നുപോയി. തങ്ങളെ സ്നേഹിക്കുന്ന പിതാവ് എന്ന ആ പിതാവിനെ മറന്നു. സ്നേഹിക്കുന്ന പിതാവ് എന്ന ബന്ധം നഷ്ടപ്പെട്ട് ശിക്ഷിക്കുന്ന യജമാനനാണ്, കാർക്കശ്യക്കാരനായ ശിക്ഷിക്കുന്ന, ശിക്ഷ തരുന്ന ഒരു ക്രൂരനായ യജമാനനാണ് ദൈവമെന്നുള്ള ഒരു നുണയിലേക്ക് പാപം അവരെ കൊണ്ടുപോയി. അതുകൊണ്ട് അവർക്ക് ഭയമുണ്ടായി, അവർ ഒളിച്ചിരുന്നു. ദൈവത്തെ സമീപിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നിനക്ക് ഭയമാണോ സ്നേഹമാണോ?
ഞാൻ ദൈവത്തെ സമീപിക്കുമ്പോൾ ഹെബ്രായർ 4:16 നമ്മളോട് പറയുന്നില്ലേ, അവിടുത്തെ നമുക്ക് ദൈവ മക്കളെന്ന അവകാശത്തോടെ സ്നേഹത്തോടെ സമീപിക്കാം. ധൈര്യത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കയറി ചെല്ലാം. പക്ഷേ പാപമുള്ളിടത്ത് ഭയമുണ്ട്. കാരണം പാപിയായ ഒരു വ്യക്തിയിൽ നിന്ന് സ്നേഹമറ്റുപോയി. ഇനി മുതൽ ദൈവത്തെ പിതാവേ എന്ന് കാണുന്നതിന് പകരം യജമാനനായിട്ട് കാണാൻ നുണയനും വഞ്ചകനും കൊലപാതകിയുമായ പിശാച് നമ്മളെ കബളിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആദ്യ മാതാപിതാക്കളെ പോലെ ദൈവത്തിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലാതെ നമ്മളും ഒളിച്ചിരിക്കുകയാണ് ശിക്ഷയെ ഭയന്ന്. യഥാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ, ദൈവത്തെ നീ സ്നേഹിക്കുന്നെങ്കിൽ, ആ ദൈവത്തിൻ്റെ സ്നേഹം നീ തിരിച്ചറിഞ്ഞെങ്കിൽ ധൈര്യത്തോടെ അവിടുത്തെ സന്നിധിയിലേക്ക് നിനക്ക് കടന്നു ചെല്ലാം. നിന്റെ രക്ഷയാണ് ദൈവം ആഗ്രഹിക്കുന്നത്, നിന്റെ നന്മയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ നിനക്ക് വേണ്ടിയാണ് അവിടുന്ന് ബലിയായത്. പിന്നെ നീ എന്തിനാണ് ഒളിച്ചിരിക്കുന്നത്? എന്തിനാണ് നിന്റെ ജീവിതത്തിൽ നീ ദൈവത്തെ ഭയപ്പെടുന്നത്? വചനം പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുവാനാണ്, പേടിക്കുവാനല്ല. ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവം നിനക്ക് തരുന്ന സ്നേഹത്തെ സ്വീകരിക്കുവാനുമാണ് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ആ കരുണയുടെ ആധാരം എന്താണ്? അവിടുത്തെ സ്നേഹമാണ്. ശിക്ഷിക്കപ്പെടാമായിരുന്ന എല്ലാ ചെയ്തികളും ഞാൻ ചെയ്തിട്ടും, ശിക്ഷ ഞാൻ അർഹിച്ചിട്ടും, ആ ശിക്ഷയെ മാറ്റി നിർത്തി എൻ്റെ നന്മയെ കരുതി എന്നോട് കാരുണ്യം കാണിക്കുന്ന ദൈവസ്നേഹം, ആ ശിക്ഷയെ നീട്ടിവെച്ച് തിരിച്ചു വരുവാനുള്ള അവസരം എനിക്ക് തന്ന് എന്നെ അന്വേഷിച്ചിറങ്ങിയ ദൈവസ്നേഹം എന്നെ ചോദിക്കുന്നുണ്ട്, നീ എവിടെയാ? നീ എന്തിനാ ഒളിച്ചിരിക്കുന്നേ? ഞാൻ നിൻ്റെ ദൈവമല്ലേ? ഞാൻ നിൻ്റെ പിതാവല്ലേ? ഞാൻ നിൻ്റെ നന്മയല്ലേ ആഗ്രഹിക്കുന്നത്? ഈശോയിൽ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ ദിവസം. എന്നെ ശിക്ഷിക്കുന്ന ഒരു യജമാനനല്ല, എന്നെ രക്ഷിക്കുന്ന ദൈവമാണ്, എന്നെ സ്നേഹിക്കുന്ന പിതാവാണ്, എനിക്ക് വേണ്ടി ബലിയായ സ്നേഹമാണ് അവിടുന്ന്. ആ സ്നേഹത്തിൽ ഭയത്തിന് സ്ഥാനമില്ല. കാരണം അവിടുന്ന് എന്നെ ശിക്ഷിക്കുകയല്ല, എന്നെ രക്ഷിക്കുകയാണ്. ദൈവസന്നിധിയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് തുറന്നു വയ്ക്കാം. പാപികളായിട്ടുള്ള എല്ലാവരെയും അവിടുത്തെ കരുണക്കടലിൽ മുക്കിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ പരിശുദ്ധ മണവാട്ടിയായ തിരുസഭയെ വിശുദ്ധിയിൽ, ദൈവസ്നേഹത്തിൽ, അനുസരണത്തിൽ, ഐക്യത്തിൽ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശാന്തിയും സമാധാനവും നിലനിർത്തണമേ. കുടുംബ ബന്ധങ്ങളെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. തടസ്സങ്ങൾ നീങ്ങിപ്പോകുവാനും രോഗങ്ങളും പ്രതിസന്ധികളും അകന്നു പോകുവാനും അങ്ങ് ഇടയാക്കണമേ. കാരുണ്യവാനായ ദൈവമേ, അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ദേശത്തെ, ഞങ്ങളുടെ നാടിനെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന നല്ല നേതാക്കളെ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ, രോഗബാധിതരായി കഴിയുന്നവർ, ജീവിത ക്ലേശങ്ങളാൽ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരെയെല്ലാം അങ്ങ് കൈപിടിച്ച് ഉയർത്തണമേ. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അവിടുത്തെ കരുണയുടെ ആശീർവാദം ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് അവിടുന്ന് നമ്മളെ അന്വേഷിച്ചിറങ്ങിയ സ്നേഹമാണെന്ന ബോധ്യത്തോടെ നമ്മുടെ എല്ലാ ജീവിത മേഖലകളിലേക്കും അവിടുത്തെ സ്നേഹം നിറയ്ക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങളെ മാറോട് ചേർത്ത് ശിരസ് നമിച്ച് ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് ഏറ്റെടുക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,